എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം തമിഴിൽ അതുപോലെ തന്നെ എന്തൊക്കെയാണ് കേൾക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ ഒന്ന് ബാനാണ്, ഒരു ബാൻ കിട്ടിയ കേസ്. രണ്ട് ഇന്റർവ്യൂ ആണ്, അതായത് ഹോം ഓഫീസിന്റെ ഇന്റർവ്യൂ. രണ്ട് കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണം, തീർച്ചയായിട്ടും അറിയണം, മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എനിവേ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്യുക. സ്വാഗതം സുസ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കുറച്ച് വീഡിയോസ് കാണാനിടയായി. കുറച്ച് ഇൻസ്റ്റഗ്രാം കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഞാൻ കണ്ടത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഓഫീസ് പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻ്റർവ്യൂസ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ ഇൻ്റർവ്യൂസ് എടുത്തു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിസയ്ക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ഒരു കമ്പനി നിങ്ങൾക്ക് COS തരും എന്നുണ്ടെങ്കിൽ, തരുന്നതിന് മുമ്പ്, അതായത് COS തരുന്നതിന് മുമ്പ് ഇന്റർവ്യൂ, ഇപ്പൊ നിങ്ങളുടെ പേരിൽ ഒരു COS അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനി, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ കുറച്ച് അന്വേഷിച്ചായിരുന്നു. ഞാൻ ചില വീഡിയോസിൻ്റെ അകത്ത് കമന്റ് ചെയ്തായിരുന്നു എവിടെയാണ് അതിന്റെ ഒരു എന്താ പറയുക, എവിടെ നിന്നാണ് ഒരു സോഴ്സ്, അതിന്റെ ലീഗൽ സോഴ്സ്, ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് യുകെയുടെ വെബ്സൈറ്റിനകത്ത് നിന്നാണോ ഇല്ലെങ്കിൽ എവിടെ നിന്നാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും അറിഞ്ഞു. അങ്ങനെ ഒരു ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് വന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ലായിരുന്നു. നിങ്ങൾ എവിടെയും കണ്ടോ? ഇല്ല, എവിടെയും കണ്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോപ്പർ സോഴ്സ് എവിടെ നിന്നും കിട്ടിയില്ല. നമ്മൾ ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിനകത്ത് നിന്ന് തലങ്ങും വിലങ്ങും ഞാൻ പരിശോധിച്ചു, അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിലും ഈ ഹോം ഓഫീസിന്റെ ഈ അനൗൺസ്മെന്റ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോളിസീസ് ഒക്കെ വരുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഡിപ്പെൻഡൻസിന് ബാൻ ചെയ്യുന്നതും റെസ്ട്രിക്ട് ചെയ്യുന്നതും, അതിനൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക സാലറി ത്രഷോൾഡ് ഉയർത്തുന്നതും, അങ്ങനെയുള്ള വരുന്നത്. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ ഓരോരോ ഹോം ഓഫീസ് ഇല്ലെങ്കിൽ ഓരോരോ വിസ ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പണ്ടും ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇന്റർവ്യൂ പണ്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പണ്ട് സ്റ്റുഡൻറ് വിസയിൽ വരുന്ന സമയത്ത് കുറേയധികം ഇന്റർവ്യൂ ഉണ്ടാക്കിയിട്ട് ഫെയിലാവുന്ന കേസുകൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ഡിപ്പെൻഡന്റ് വിസയ്ക്ക് ഇന്റർവ്യൂസ് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ COS അപ്ലൈ ചെയ്തപ്പോൾ ഇന്റർവ്യൂ വരുന്നുണ്ട് എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇതങ്ങനെ റാൻഡം ആയിട്ടാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനത് ആക്ച്വലി അത് റാൻഡം ആയിട്ടാണോ എന്നറിയാൻ വേണ്ടി ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, എത്രത്തോളം ആളുകൾക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിസ ഫയൽ ചെയ്യുന്ന നമ്മുടെ സോളിസിറ്റേഴ്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂസ് വരുന്നുണ്ട്, ഇന്റർവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളൊരു COS അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നിങ്ങളല്ല COS, നിങ്ങളുടെ എംപ്ലോയർ COS അപ്ലൈ ചെയ്യുമ്പോൾ ആ COS കൊടുക്കുന്നതിന് മുമ്പ് നേരെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വരും, നിങ്ങൾ അതിനകത്ത് ആപ്റ്റ് ആണോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കെയർ വിസയിലേക്ക് കെയർ ഫീൽഡിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഹോം ഓഫീസിന്റെ സൈഡിൽ നിന്ന് ഇന്റർവ്യൂ വരാം ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ഇന്റർവ്യൂ വന്ന കേസുകൾ അറിഞ്ഞു. 4 ഇന്റർവ്യൂ വന്ന കേസ് അറിഞ്ഞു. അതിനകത്ത് 2 പേർക്ക് ബാൻ കിട്ടി എന്നും അറിയാൻ സാധിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും വളരെ വ്യക്തമായിട്ട് കേട്ടിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയട്ടെ. എവിടെ നിന്ന്, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നവർ പ്രത്യേകിച്ച് അങ്ങോട്ട് കേട്ടിരിക്കുക. കാരണം ഏജൻസികൾ പറയുമ്പോഴേക്കും 10, 15, 20 ലക്ഷം രൂപയ്ക്ക് എടുത്തു കൊടുത്തിട്ട് ഇനി ബാൻ പേടിക്കാൻ നിൽക്കണ്ട എന്നും കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂസ് വരുന്നുണ്ട്, പക്ഷെ എത്രത്തോളം എല്ലാവർക്കും വരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഡൗട്ടാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ആളുകൾ പറയുന്നുണ്ട് എന്നുള്ളത് സത്യം. ഇനി അടുത്ത പോയിന്റിലോട്ട് കിടക്കാം. അതായത് ബാൻ കിട്ടിയ കേസ്, അതും ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ടുള്ള അതേ സാധനം തന്നെയാണ്, വേറെ ഒന്നുമല്ല. അവിടെ പറഞ്ഞാൽ ക്രിയേറ്റീവ് വർക്കർ വിസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ബ്രീഫായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ കലാപരമായിട്ട് കുറച്ച് മേലെ നിൽക്കുന്ന ആളുകൾ, അതായത് കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവരുടെ കലാപ്രകടനങ്ങൾക്കോ അവർ ഇങ്ങോട്ട് വരുന്നതിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ക്രിയേറ്റീവ് വർക്കർ വിസ. എൻ്റെ അടുത്തും വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്രിയേറ്റീവ് വർക്കർ വിസയുടെ എൻക്വയറി. ഏതൊരു ഏജൻസി അയച്ചു കൊടുത്തതാണ് അത് എനിക്ക് അയച്ചു തന്നത്, ഉള്ളതാണോ ചോദിച്ചിട്ട്. ഞാൻ തന്നെ പറഞ്ഞു, നീ എന്ത് തരത്തിലാണ് അതിനകത്ത്, നീ എന്താണ് ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അവരെടുത്തു തരാമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് കേട്ടെ. ഈ വോയിസ് ഒന്ന് കേട്ടോ. ക്രിയേറ്റീവ് വർക്ക് വിസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിത്തൗട്ട് വർക്ക്, നോൺ വർക്ക് കാറ്റഗറിയിൽ വിസ വരുന്നതാണ്. നിങ്ങൾക്ക് UK പോകാം, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ചൈൽഡായിട്ടൊക്കെ പോകാം. എനി വർക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഡിപ്പെൻഡൻ്റ് ഫുൾ ടൈം വർക്ക് എടുക്കാം. ആപ്ലിക്കന് 20 hours തന്നെ എടുക്കാം. 3 years ആണ് വരുന്നത്. 1 to 2 years ആണ്, മീൻസ് ടോട്ടൽ 3 years ആണ് വിസ വരുന്നത്. ഓക്കെ,
നമുക്ക് COS എന്ന് പറയുന്നത് അതിൻ്റെ സ്പോൺസർഷിപ്പാണ്. അത് നമുക്ക് വിത്തിൻ 24 hours എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിന് കോസ്റ്റ് വരുന്നത് 14,500 പൗണ്ടാണ്, ഏകദേശം 15 ലക്ഷം രൂപ വരും. 14,500 ആണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. ഓക്കെ, വോയിസ് കേട്ടില്ലേ? അപ്പോൾ ഇതാണ് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇതേപോലെ ക്രിയേറ്റീവ് വർക്കർ വിസ അപ്ലൈ ചെയ്ത ഒരു ടീമിന് ബാൻ കിട്ടി, അതായത് അടിച്ചു കൊടുത്തു. എങ്ങനെ? COSന് ഇവർ അപ്ലൈ ചെയ്തപ്പോൾ ഉടൻ തന്നെ ഹോം ഓഫീസിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഇൻ്റർവ്യൂ വന്നു. ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇവർ 2 പേർക്കും ഒരു ബന്ധമില്ല ഇതിനകത്തേക്ക്. ഇവർ ഫോട്ടോഗ്രാഫർ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഫോട്ടോഗ്രാഫറിന് അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അത്രയ്ക്കും ടോപ്പിൽ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇത് ഇൻ്റർവ്യൂ ചെയ്ത് അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടാണ് ഹോം ഓഫീസ് അങ്ങോട്ട് റിജക്ഷൻ അടിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഈ കെയർ ഹോമിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾക്കും ഇൻ്റർവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ, എക്സ്പീരിയൻസ് ഇല്ലാതെ കെയർ ഹോമിലേക്ക് അപ്ലൈ ചെയ്തവർക്കൊക്കെ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, റിജക്ഷനും വരുന്നുണ്ട് എന്നുള്ള ന്യൂസുകളും ഞാൻ അറിയാൻ സാധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഈ നാട്ടിൽ നിന്ന് ഏജൻസിക്ക് പൈസ കൊടുത്ത് വരുന്നവർ ഇവിടെ എക്സ്പീരിയൻസ് ആവുന്നവരുടെ ഒരു കാര്യം വേറെയാണ്. ഇവർക്ക് എക്സ്പീരിയൻസ് ആവുന്നവർക്കും ഒക്കെ അവർക്ക് ഇവിടെ എക്സ്പീരിയൻസ് ഉണ്ട്. 2 years എക്സ്പീരിയൻസ് ഇൻ്റർവ്യൂ വന്നാലും അവർ ടാക്കിൾ ചെയ്ത് അതിനകത്ത് കിട്ടും. ഓക്കെ, പക്ഷെ നാട്ടിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ വല്ല മറ്റു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഇവിടെ കെയർ വിസയിൽ എടുത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, റിജക്റ്റ് ആക്കുന്നുണ്ട്, ബാൻ ആക്കുന്നുണ്ട്. പൈസ പോയി കഴിഞ്ഞാൽ തിരിച്ചും ഈ ഏജൻസികൾ കൊടുക്കുന്നില്ല. ഈ ക്രിയേറ്റീവ് വിസയ്ക്ക് റിജക്ഷൻ വന്നിട്ട് പൈസ കൊടുത്തിട്ട് തിരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങൾ നമുക്ക് അവിടെ പേരും ഇവരൊക്കെ പുറത്തുവിടാം, വെയിറ്റ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇജാതി തട്ടിപ്പുകളിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക. ഒന്ന്, ഇനി പ്രത്യേകിച്ച് ഇനി ആര് COS തരാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ പൈസ ഉള്ള COS ആണെങ്കിലും പൈസ ഇല്ലാത്ത ഫ്രീ ആയിട്ട് കിട്ടുന്ന COS ആണെങ്കിലും റിജക്ഷൻ വരും, റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പച്ചയായ സത്യം. സോ ഇതൊന്ന് നിങ്ങളുടെ മുന്നിലോട്ട് പറയണമെന്ന് തോന്നി. അങ്ങനെ COSന് മുമ്പ് ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്, COSന് ശേഷം ഇൻ്റർവ്യൂ വരുന്നുണ്ട് ഹോം ഓഫീസിൻ്റെ സൈഡിൽ നിന്ന്. ഹോം ഓഫീസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കി ഇപ്പോൾ ആൾക്കാരെ എടുക്കുന്നത്, പറയുന്നത് എല്ലാം മനസ്സിലാക്കി മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇത്ര പറയാനുള്ളൂ. അറിഞ്ഞത് പറഞ്ഞു. ഇനി എടുക്കാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ കാണാം, ബൈ.